Hi all, welcome to today's session. And in today's session, I'll be taking you through the principles of basics taxation law and the basic terminologies which is required to have a general understanding on taxation. Plus, I will be also giving you a brief description on the heads of income and what are all the aspects involving the heads of income. So, coming to the introduction. നമുക്ക് ടാക്സ് എന്ന വേർഡിന്റെ മീനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ടാക്സ് എന്ന് പറയുന്ന വേർഡ്, ഇംഗ്ലീഷ് വേർഡ് ടാക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ടാക്സോ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഈ ടാക്സോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് തന്നെ എസ്റ്റിമേറ്റ് എന്നാണ്. സോ ഒരു ലേമാൻസ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ടാക്സ് എന്ന് പറയുന്നൊന്നുമില്ല. ഇറ്റ് ഈസ് എൻ എമൗണ്ട് കളക്റ്റഡ് ബൈ ദി ഗവൺമെന്റ് ടു മീറ്റ് ദി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓർ വെൽഫെയർ. ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റിന് അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടി തരുന്ന പ്രോഗ്രാംസ്, ഇത്തരം പ്രോഗ്രാംസിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് പബ്ലിക്കിൽ നിന്ന് വാങ്ങുന്ന ഒരു എമൗണ്ട്, അതാണ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് കോൾഡ് ടാക്സ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ ഫൈനാൻഷ്യൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫൈനാൻഷ്യൽ ചാർജിനെ നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലോ വേറെ പണിഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പെനാൽറ്റി രീതിയിലും അതല്ലാതെ പണിഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ. So the principal reason for taxation was to pay for government expenditure. പിന്നെ രണ്ട് definitions ഇതിനായിട്ട് വന്നിട്ടുണ്ട്. പ്രൊഫസർ സെലിഗ്മാൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ടാക്സ് ഇസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഫ്രം ദ പേഴ്സൺ to the government to defray the expense incurred in the common interest for all without reference to special benefits conferred. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കീവേഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ. രണ്ടാമത്തെ കാര്യം ഒരു കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫോർ എ കോമൺ ഇൻട്രസ്റ്റ് ഫോർ ദ ഹോൾ പബ്ലിക്. ഇത് രണ്ട് കീവേഡ്സ് ആ ഒരു പ്രൊഫസർ സെലിഗ്മാൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ബാസ്റ്റബിൾ, അക്കോർഡിംഗ് ടു ബാസ്റ്റബിൾ ടാക്സ് ഇസ് അഗെയിൻ ബാസ്റ്റബിളുടെ ഡെഫിനിഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ മെൻഷൻ ഇസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. Coming to the characteristics, നമ്മൾ രണ്ട് ഡെഫിനിഷനിൽ പഠിച്ചാൽ തന്നെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. Again the same characteristics are listed again here. That is, the first one is tax is a compulsory. So ഒരു അതോറിറ്റി, ഒരാൾ ഒരു ടാക്സ് പേയറിൽ ഒരു ടാക്സ് ലിവൈ ചെയ്ത് കഴിഞ്ഞാൽ he has to pay it. It is mandatory that he has to pay it. അതല്ലാതുണ്ടെങ്കിൽ നമ്മൾ അതിന് പണിഷ്മെന്റ്, ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. Again it's a tax is a contribution. Again tax is for public benefit. സോ അതിൻ്റെ അടുത്ത പോയിന്റും അതുമായിട്ട് കണക്ട് ചെയ്തത് ഇറ്റ് ഇസ് നോട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ്. സോ ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഫോർ ദ സൊസൈറ്റി ആസ് എ ഹോൾ. ഒരു പബ്ലിക്കിന് വേണ്ടി ഒരു കോമൺ ഇൻട്രസ്റ്റിനായിരിക്കും ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഫോർ എ സ്പെസിഫിക് ഇൻട്രസ്റ്റ്, നോട്ട് ഫോർ എ ഡയറക്റ്റ് ബെനിഫിറ്റ്. Again tax is paid out of the income of the taxpayer, and government has the power to levy tax. So government അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഇവർക്ക് മാത്രമേ ഉള്ളൂ ടാക്സ് ലിവൈ ചെയ്യാനുള്ള ഒരു പവർ ഉള്ളത്. അത് ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് ലിവൈ ചെയ്യുന്ന ടാക്സസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ലിവൈ ചെയ്യുന്ന ടാക്സ് ഉണ്ട്, ആൻഡ് വി വിൽ സീ ടു ഇറ്റ് ഇൻ ആഫ്റ്റർ ലേറ്റസ്റ്റ് സ്ലൈഡ്സ് ദാറ്റ് വാട്ട് ആർ ദം. ആൻഡ് അഗെയിൻ ടാക്സസ് ഐ സെഡ് ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്, ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് expenditure meet here. And government expenditure, after all, it is for the economic growth and public welfare, പോലുള്ള സ്കീമുകൾക്കെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് പല എക്സ്പെൻസസ് ഉണ്ട്. ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടാണ് ടാക്സസ് കളക്ട് ചെയ്യുന്നത്. So in this slide we are going to see the characteristics of a good, or features of a good tax system, or how it should work. So the first point is equity. Equity എന്ന് പറയുന്ന ഒന്നുമില്ല. ഒരു ടാക്സ് പേയറിൽ നമ്മളൊരു ടാക്സ് ലിവൈ ചെയ്യുമ്പോൾ ഹി ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു പേ ദ ടാക്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഇൻകം ടാക്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾക്ക് സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻകം അവരുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എ സെർട്ടനിറ്റി. സോ ഇൻ ദിസ് പോയിന്റ് ദി തിങ് ഇസ് ദാറ്റ് ഈച്ച് ടാക്സ് പേയർ ഷുഡ് ഹാവ് എ മെക്കാനിസം ടു നോ ഹിസ് ടാക്സ് ലയബിലിറ്റി. അതൊരു അസർട്ടൈൻ ചെയ്യാനായിട്ടൊരു ക്ലിയർ കട്ട് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. തേർഡ് വൺ ഈസ് എക്കണോമി. എക്കണോമി എന്ന് പറയുന്നത് ഈ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് അതിന് ഒത്തിരി പൈസ ചിലവാക്കുമെങ്കിൽ ഒരിക്കലും അതൊരു നല്ലൊരു ടാക്സ് സിസ്റ്റം അല്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് എൻ എക്കണോമിക്കൽ വേ ഓഫ് കളക്ഷൻ ഓഫ് ടാക്സസ്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ് എക്കണോമിക് സ്റ്റെബിലൈസർ. ആഫ്റ്റർ ഓൾ ദ ഒബ്ജക്റ്റീവ് ഓഫ് ടാക്സ് സിസ്റ്റം ഈസ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഫ്രം ദ റിച്ച് ടു ദ പുവർ. സോ ഒരു നല്ലൊരു ടാക്സ് സിസ്റ്റം ആകുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ സ്റ്റെബിലൈസിങ് ഇഫക്റ്റ് ഓൺ ദ നാഷണൽ ഇൻകം ലെവൽസ്.
fourth point is convenience. So while for paying the taxes, we do have currently in India we have electronic ways to pay taxes. So ഇതൊരു convenient method ഉണ്ടായിരിക്കണം taxes collection. അല്ലെങ്കിൽ people will be hesitant to make payments towards taxes. And the next point is redistribution. Again, ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഫ്രം ദ റിച്ച് ടു പൂർ ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവിനെ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മുടെ ഒരു ടാക്സ് സിസ്റ്റം. Again is the flexibility. So taxes, again we have to, again in the first slide നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പം എക്കണോമിക് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ദ വേ ഓഫ് വർക്കിംഗ് ഓഫ് ദ ഗവൺമെന്റും എല്ലാം മാറും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ടാക്സ് സിസ്റ്റം നമുക്ക് ഫ്ലെക്സിബിളി നമുക്ക് മാറ്റാൻ പറ്റണം. അല്ലെങ്കിൽ ടാക്സ് ഉണ്ടെന്നും കണ്ട് ടാക്സ് പേ ചെയ്യുന്നതും കണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു ഭയങ്കര കൂടിയൊരു ടാക്സ് മേടിക്കാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ഒപ്റ്റിമം ലെവൽ. So coming to what the Indian Constitution has on tax collection is that ഇത് കവർ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 245 ആൻഡ് ആർട്ടിക്കിൾ 265 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ടാക്സ് കളക്ഷനെ പറ്റി പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഏതൊരു ലോ, ഈവൻ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ലോ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ലോ ആണെങ്കിലും ഇറ്റ് ഷുഡ് അബൈഡ് വിത്തിൻ വാട്ട് ഇസ് ബീയിങ് സെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് പറയുന്നു അനുസരിച്ചിട്ട് ഇവർക്ക് ലോസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 265 അനുസരിച്ചാണെങ്കിൽ നോ ടാക്സ് ഷാൽ ബി ലിവൈഡ് ഓർ കളക്ട് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ. സോ ആഫ്റ്റർ അതോറിറ്റി ഓഫ് ലോ എന്ന് പറയുന്ന ഈ ഒരു കേസ് നമ്മളൊരു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാൻ ഉള്ള ഒരു റൈറ്റ് ഉള്ളൂ. ആർട്ടിക്കിൾ 245 കൃത്യമായിട്ട് the extent of laws made by Parliament and by the legislature of states. Parliament may make laws for the whole or any part of the country, and the state legislatures may make laws for the whole or any part of the state. അതായത് പാർലമെന്റിന് ഇന്ത്യക്ക് ആസ് എ ഹോൾ ഓർ എനി ഒരു ഏരിയയ്ക്ക് ഒരു ടെറിട്ടറി ഓഫ് ഇന്ത്യക്ക് മാത്രമായിട്ടും ലോ ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ സ്റ്റേറ്റിനാണെങ്കിൽ സ്റ്റേറ്റിന് മൊത്തത്തിലും അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് മാത്രമായിട്ടും ഇത്തരത്തിൽ ടാക്സ് കളക്ഷനുമായിട്ട് ലോസ് ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ ആർട്ടിക്കിൾ 246 ക്ലിയർ കട്ടായിട്ട് ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങളിൽ ടാക്സ് ലിവൈ ചെയ്യാം, അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങളിൽ ടാക്സ് ലിവൈ ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 246 അത് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നമുക്ക് കാണാം അടുത്ത സ്ലൈഡുകളിൽ. സോ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങളിൽ ടാക്സ് ലിവൈ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ ലിസ്റ്റ് 1. എൻട്രി 82 എന്ന് പറയും. So entry 82 empowers the central government to enact any law to levy a tax on any income other than the agricultural income. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റ് മാത്രം ലിവൈ ചെയ്യാൻ പറ്റുന്ന ടാക്സ് ആണ്. ലിസ്റ്റ് 2 ഓഫ് ദ 7th ഷെഡ്യൂളിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, ഏതൊക്കെ ടാക്സസ് ലിവൈ ചെയ്യാന്നുള്ള കാര്യത്തിൽ. അതിന് എൻട്രി 60 empowers the state governments to enact any law to levy a tax on professions, trades, callings and employments. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമുക്ക് പ്രൊഫഷൻ ടാക്സ് എന്ന് പറയുന്നത്. അതേപോലെ ലിസ്റ്റ് 3 ഓഫ് ദ 7th ഷെഡ്യൂളിലാണ് ഈ ഷെഡ്യൂളിലാണ് സബ്ജക്ട് മാറ്റേഴ്സ് വെർ ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് ദ പവർ ടു എനാക്ട് ലോസ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് 3 പറയുന്ന കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും ലിവൈ ചെയ്യാം, ടാക്സ് ലിവൈ ചെയ്യാം, അതിന് ലോസും എനാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ആർട്ടിക്കിൾ 246A ഉണ്ട്. ഇത് ഇന്ത്യയിലെ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നപ്പോൾ ആണ്. ദിസ് സ്റ്റേറ്റ്സ് ദ പാർലമെന്റ് and the legislature of every state have power to make laws with respect to goods and services imposed by the union, or by such state has exclusive power to make laws with respect to goods and services where the supply of goods and services both takes place in the course of interstate trade or commerce. interstate trade ആകുമ്പോൾ പാർലമെന്റിനായിരിക്കും അത്തരം ട്രേഡ് നടക്കുന്നതിൽ നമുക്ക് എനാക്ട് ചെയ്യാനായിട്ട് പവർ ഉള്ളത്. അതിൻ്റെ ഏറ്റവും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സെൻട്രൽ GST CGST. സോ CGST എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസ് ചെയ്തിരിക്കുന്ന ഒരു ആക്ട് ആണ്. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ഉണ്ട്. അതേപോലെ യൂണിയൻ ടെറിട്ടറീസ് UTGSTs ഉണ്ട്. സോ അത് ഓരോ UTGSTയും SGSTയും സ്റ്റേറ്റ് GST ആണെങ്കിൽ സ്റ്റേറ്റുകളും പാസ്സാക്കുന്ന ലോസ് ആയിരിക്കും. ബട്ട് CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് is enacted by the Parliament of India. So in this slide I have given you the sum up of what we have learned in the previous 2 slides. That the Article 265 states that no tax shall be levied or collected except by the authority of law. In this case it is the government's functioning in India. And Article 246
has clearly distributed the legislative powers including taxation between the Parliament of India and state legislatures. ഏതൊക്കെ കാര്യങ്ങളിലാണ് ടാക്സ് ലിവൈ ചെയ്യാം, ഏതൊക്കെ കാര്യങ്ങൾ നിയമം എനാക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിലും ഒരു ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ തന്നിട്ടുണ്ട്. ഷെഡ്യൂൾ 7-ലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് ലോ ഉണ്ടാക്കാം. ലെജിസ്ലേറ്റീവ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അവർക്ക് നിയമങ്ങളും ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ both the central government and state government have powers, and in case of conflict, law made by the union government prevails. It's an important term there. So this is a diagram showing some examples of the taxes collected by the distinction of the taxes collected by the central government and state government. Central government collecting the taxes from taxes on income other than agriculture. Agriculture income ഒഴിച്ച് ബാക്കി income tax എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അതേപോലെ കസ്റ്റംസ് ഇൻക്ലൂഡിംഗ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, എക്സൈസ് ഓൺ ടൊബാക്കോ, കോർപ്പറേഷൻ ടാക്സ്, taxes on interstate trade of goods, taxes on interstate consignment of goods. ബാക്കി ലിസ്റ്റ് 2-ലും 3-ലും പറയാത്ത ബാക്കി കാര്യങ്ങൾക്കും സെൻട്രൽ ഗവൺമെന്റ് എനാക്ട് ചെയ്യാവുന്നതാണ്, ലിവൈ ചെയ്യാം, ടാക്സ് ലിവൈ ചെയ്യും. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് ഇപ്പം ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം, എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ ആൽക്കഹോളിക് ലിക്കേഴ്സ്, OPM, നർക്കോട്ടിക്സ്, പിന്നെ ഓക്ട്രോയ് ഓർ എൻട്രി ടാക്സ്, ടാക്സ് ഓൺ ഇൻട്രാസ്റ്റേറ്റ് സ്റ്റേറ്റിനകത്ത് വരുന്ന ട്രേഡിൽ, അല്ലെങ്കിൽ ടാക്സ് ഓൺ അഡ്വർടൈസ്മെന്റ്സ്, tax on goods and passengers carried by road, tax on professional tax. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന് ലിവൈ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഓഫ് ടാക്സസ് ആണ്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് പഠിക്കണം, ടാക്സ് ആൻഡ് ഫീ. ടാക്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു ഫ്രം ഇറ്റ്സ് സിറ്റിസൺസ്. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചതുപോലെ in tax by definition is a payment in which no direct or specific quid pro quo is rendered to the buyer. അതായത് നമ്മൾ ഒരു ടാക്സ് അടച്ചെന്നുകൊണ്ട് ഗവൺമെന്റ് ആ സിറ്റിസണ് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു പേയ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റോ അതൊന്നും കിട്ടുന്നില്ല. ആ ടാക്സ് പേയർക്ക് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് അതൊന്നും കിട്ടുന്നില്ല. ടാക്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്. സോ ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ആൻഡ് ടാക്സ് അടച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച ഒരു പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. So there is no direct quid pro quo relationship between the taxpayer and the tax levying authority. On the other hand, fee എന്ന് പറയുന്ന ടെർമിനോളജി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സിറ്റിസണ് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസ്, ഒരു സ്പെഷ്യൽ സർവീസ് അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീ എന്ന് പറയുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് ഫീ ഇസ് എ വോളണ്ടറി പേയ്മെന്റ് ടു ദ ഗവൺമെന്റ് ഫോർ ദ സ്പെഷ്യൽ സർവീസസ് റെൻഡേർഡ് ബൈ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബട്ട് കൺഫറിംഗ് സ്പെസിഫിക് അഡ്വാൻറ്റേജ് ഓൺ ദ പേഴ്സൺ പേ ഇറ്റ്. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് അഡ്വാൻറ്റേജ്, എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഫീ ആ ഒരു ഗവൺമെന്റ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. സോ ഇറ്റ് ഇസ് ആ ബെനിഫിറ്റ് അവെയിൽ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ മാത്രം നമ്മൾ ആ ഫീ അടച്ചാൽ മതി. അത് തന്നെയാണ് മെയിൻ ഡിഫറൻസ്. ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമ്മൾ അടച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഫീ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബെനിഫിറ്റ് അവെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറ്റ്സ് എ വോളണ്ടറി പേയ്മെന്റ് മെയ്ഡ് ടു ദ ഗവൺമെന്റ്. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടാക്സ് ആൻഡ് സെസ്. അഗെയിൻ നമ്മൾ ടാക്സ് ആൻഡ് ഫീ പഠിച്ചതുപോലെ തന്നെ ടാക്സ് ആൻഡ് സെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടാക്സ് നമ്മൾ പഠിച്ചു, ഇറ്റ് ഇസ് എ കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ റവന്യൂ that is levied on income, business profit, അല്ലെങ്കിൽ cost of goods, services. But again, cess is actually a payment in addition to the tax. So there will be an existing tax and cess is made as an additional tax beyond the normal tax rates. Our tax and revenue collected through tax is kept in the consolidated fund of India and government can use it for any purpose. Again, that's very important. Tax can be again general purpose. It can be used for any purpose. For cess again, it is used for specific purpose, and the central tax proceeds are shared between the central and state governments. But while coming to CISL, the revenue collected from is not necessarily shared, so it's not mandatory. It's not necessarily shared with the states. ഈ ഒരു സ്ലൈഡ് തൊട്ട് നമ്മൾ ടാക്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബോത്ത് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ദ ബർഡൻ ആൻഡ് ഇൻസിഡൻസ് ടു പേ ദ ടാക്സസ് ഓൺ ദ സെയിം പേഴ്സൺ ആൻഡ് ഇറ്റ് കനോട്ട് ബി ഷിഫ്റ്റഡ്. ഇതാണ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാക്സ് ലിവൈങ് അതോറിറ്റി ഒരു ടാക്സ് പെയർ ലിവൈ ചെയ്യുമ്പോൾ ആ ടാക്സ് പെയർ തന്നെ ആ ടാക്സ് ലയബിലിറ്റി എത്രയാണോ അടയ്ക്കുകയും വേണം. സോ ദ ഇൻസിഡൻസ് ഇസ് ഓൺ ഹിം ആൻഡ് ഹി ഈസ് mandatorily he has to pay. The burden is also on the same person to pay the tax. Indirect taxes വരുമ്പോൾ ഇത് രണ്ടും ഈ ഒരു the burden to pay taxes ഇത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് GST ആണ്. ഇൻഡയറക്റ്റ് ടാക്സസ് അതേപോലെ തന്നെ ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇറ്റ് ഈസ് ചാർജ് ഓൺ ഇൻകം,
while coming to indirect tax is charged on the price of goods and services. So the incidence is on one person and the burden to pay the tax is on another person. ഇതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം ഇൻഡയറക്ട് ടാക്സസിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ ഒരു കടയിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും GST അടയ്ക്കുന്നുണ്ട്, പക്ഷേ ഡയറക്ട്ലി വി ആർ നോട്ട് ദ ടാക്സ് പേയർ, മീൻസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇത് ഇൻഷുറൻസ് വരുന്നത് ഇപ്പോൾ ഒരു ഷോപ്പിലോട്ടായിരിക്കും, ബട്ട് the shopkeeper he is shifting the burden to pay the tax to the customers. So അതേപോലെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ GST അടയ്ക്കുന്നത് ഷോപ്പ് കീപ്പറിൽ ആ ഒരു എമൗണ്ടിനകത്താണ്. ഇതൊരു ഷോപ്പ് കീപ്പർ ആണ് ഇത് ടാക്സ് പേയിങ് അതോറിറ്റിയിലോട്ട് ഇത് പേ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വേർ ദ ബേർഡൻ ഈസ് വൺ പേഴ്സൺ ആൻഡ് ദ ഇൻഷുറൻസ് ഈസ് ഓൺ അനദർ പേഴ്സൺ. ഒരു ടേബിളിൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസസ് കാണാം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട്. A tax is said to be direct when the impact and incidence on the same person. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ the tax ഇൻസിഡൻസും അതേപോലെ ടാക്സ് അടയ്ക്കുന്നതും ഒരേ ആളാണ്. It is on the same person, അതാണ് direct tax. While coming to the indirect tax, ഇത് ചിലപ്പോൾ if impact is on one person, the incidence on the other, the tax is called indirect tax. അപ്പോൾ ഇൻസിഡൻസ് ഒരാളിൽ ആയിരിക്കും, പക്ഷേ impact, I mean burden of paying tax will be on the other person. Coming to the next point, that is burden. Direct tax is imposed on the individual organization and the burden of tax cannot be shifted. Indirect tax is imposed on commodities and allows tax burden to shift. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഇൻകം ടാക്സസ് ഇപ്പം ഒരാൾക്ക് പകരം വേറൊരാൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ പകരം എന്ന് വെച്ചാൽ നമ്മുടെ ആ ബേർഡൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വെൽ കമ്മിങ് ടു ദ GST അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന കാര്യത്തിൽ അത് ആ ഒരു ബേർഡൻ നമുക്ക് കസ്റ്റമേഴ്സിലോട്ടോ അല്ലെങ്കിൽ വേറൊരാൾക്കോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആ ബേർഡൻ. Again, the next is the viability of payment. Direct taxes are less burden than indirect taxes to people, as direct taxes are based on the income earning ability. Direct taxes usually എല്ലാവർക്കും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഇൻകം നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ തന്നെ നമുക്ക് സ്ലാബ് ഉണ്ട്, ആ സ്ലാബിന് എബവ് ഇൻകം എബവ് വരുന്നവർക്ക് മാത്രമേ ഡയറക്ട് ടാക്സസ് പേ ചെയ്താൽ മതി. ബട്ട് വെൽ കമ്മിങ് ടു ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ ഓൺ ദ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റീസ് ആൻഡ് സർവീസസ്. അപ്പോൾ അത് indirect taxes are borne by the consumers of commodities and services irrespective of the financial ability. നമ്മളോട് ഫിനാൻഷ്യൽ എബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നില്ല, ആര് സാധനം മേടിച്ചാലും അത്തരം ഇൻഡയറക്ട് ടാക്സസ് പേ ചെയ്തേ പറ്റത്തുള്ളൂ. Next is the administrative viability. The administrative cost of collecting direct taxes is more, and improper administration may result in tax evasion. അതായത് ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാതെ പലരും രക്ഷപ്പെട്ടു പോകാൻ ടാക്സ് ഇവേഷൻ ആണ് അതിന് പറയുന്നത്. ടാക്സ് ഇവേഷനും ഒരു കോൺസെപ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡ് നമ്മൾ കുറച്ചും കൂടെ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും എന്താണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവേഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എന്തായാലും സാധനം മേടിക്കുമ്പോൾ the taxes is included in the MRP, that is the inclusion of the taxes is always there in coming to the indirect tax. പെനാൽറ്റിയുടെ കേസിൽ വരുവാണെങ്കിൽ ഡയറക്ട് ടാക്സ് ആണെങ്കിൽ SSC ആയിരിക്കും, ഇറ്റ് ഇസ് ലിവൈഡ് ഓൺ ദ SSC. വെൽ കമ്മിങ് ടു ദ ഇൻഡയറക്ട് ടാക്സ് ഇറ്റ് ഇസ് ലിവൈഡ് ഓൺ ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞൊരു ടേം ആയിരുന്നു ടാക്സ് ഇവേഷൻ. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് രണ്ട് ടെർമിനോളജീസ് ആണ്, ടാക്സ് അവോയ്ഡൻസ് ആൻഡ് ടാക്സ് ഇവേഷൻ. ഈ രണ്ട് ടേംസും പലപ്പോഴും ഇന്റർചേഞ്ചബിളി പലരും യൂസ് ചെയ്യുമെങ്കിലും ശരിക്കും അതിന് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഡ്രാസ്റ്റിക് ഡിഫറൻസും ഉണ്ട് ഇത് തമ്മിൽ. ഫസ്റ്റ് ഈ കളേഴ്സിൽ തന്നെ ഞാൻ കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലോ, ഇല്ലീഗൽ ആയിട്ടൊരു കാര്യം, അത് ചെയ്യാൻ പാടില്ല. അപ്പം എന്താണ് ടാക്സ് അവോയ്ഡൻസ്? ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ലീഗലി ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് ടാക്സ് ലോസ് നമുക്ക് പല രീതിയിലുള്ള എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ എക്സംഷൻസ് അല്ലെങ്കിൽ റിബേറ്റ്, ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരം ടാക്സ് ലോയിലുള്ള പ്രൊവിഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സ് എമൗണ്ട് അടയ്ക്കേണ്ട എമൗണ്ട് കുറയ്ക്കുന്നു. ഇതാണ് ടാക്സ് അവോയ്ഡൻസ് വന്നത്. ഇത് ലീഗലാണ്, നമുക്ക് ചെയ്യാൻ പറ്റും അത്ര. ഇപ്പം ഫോർ എക്സാമ്പിൾ അതിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം LICയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് എമൗണ്ടിന് ഡിഡക്ഷൻസ് ഉണ്ട്, ATC. സോ അത് തന്നെയാണ്. അപ്പം നമ്മൾ അത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടാക്സ് കുറയ്ക്കാൻ കഴിയും. പക്ഷെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് നമ്മൾ ലിവൈഡ് ആണ്, പക്ഷെ നമ്മൾ അടയ്ക്കുന്നില്ല. ബൈ ഡൂയിങ് സം ഇല്ലീഗൽ മാറ്റേഴ്സ് ലൈക്ക് നോട്ട് റിപ്പോർട്ടിങ് ഇൻകം, കറക്റ്റ് ആയിട്ട് ഒരു ഇൻകം നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ കൂട്ടി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുക, അല്ലെങ്കിൽ ലിവൈ ചെയ്തിരിക്കുന്ന ടാക്സസ് തന്നെ അടയ്ക്കാതെ വരിക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അണ്ടർസ്റ്റേറ്റിംഗ് യുവർ ടാക്സസ് ഔട്ട്. അപ്പം ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്ന ലീഗലായിട്ടൊരു കാര്യമാണ്. നമ്മൾ ടാക്സ് കുറയ്ക്കാണ്ട് ലെജിറ്റിമേറ്റ് മീൻസിൽ നമ്മൾ പല ടാക്സ് ലോസിലുള്ള പ്രൊവിഷൻസ് തന്നെ യൂസ് ചെയ്യുന്നു. ടാക്സ് ഇവേഷൻ ഇസ് എൻ ഇല്ലീഗൽ മാറ്റർ ബൈ മാനിപ്പുലേറ്റിംഗ് യുവർ അക്കൗണ്ട്സ് ഓർ
ബൈ മാനിപ്പുലേറ്റിംഗ് യുവർ ടാക്സസ് ടാക്സ് എമൗണ്ട്സ് എക്സ്പെൻസസ് എല്ലാം കാണി നമ്മൾ ഇല്ലീഗലി നമ്മൾ ടാക്സിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബേസിസ് ഓഫ് ചാർജ് അല്ലെങ്കിൽ ഇൻകം ടാക്സ്. ഇനി അങ്ങോട്ട് ഇൻകം ടാക്സ് ആക്ട് 1961 അങ്ങോട്ട് ഇനി നമ്മൾ പഠിക്കുന്ന ഓരോ പ്രൊവിഷൻസിന്റെയും ബേസ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ചാർജ് ആണ്. അപ്പോൾ ഇത് സെക്ഷൻ 4 ആണ് നമ്മൾ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ലേസ് ഡൗൺ ദ ബേസിസ് ഓൺ വിച്ച് ദ ടാക്സ് ഇസ് ഇമ്പോസ്ഡ്. And section 4 of the income tax is the most effective and operative of the various provisions in the act, since it is because of this section alone all other sections become enforceable. അതായത് നേരത്തെ പറഞ്ഞ ഇതാണ് ഒരു ബേസ് സെക്ഷൻ ആണ് സെക്ഷൻ 4. ഇതിനെ ബേസ് ചെയ്താണ് ഇനി മുന്നോട്ടുള്ള എല്ലാ പ്രൊവിഷൻസും അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ബാക്ക് ബോൺ ഓഫ് ദി ആക്ട് ആൻഡ് ഇറ്റ് ലേസ് ഡൗൺ ദ പ്രൊവിഷൻസ് ആസ് ടു വിച്ച് ആർ ടാക്സബിൾ ആൻഡ് വാട്ട് റേറ്റ്സ്. അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആനുവൽ ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആൻഡ് ആനുവൽ ടാക്സ്. അതേപോലെ തന്നെ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. ഈ ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ഇനിയും ഇൻഡിവിജ്വലി നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെന്റ് ഇയർ എന്നപ്പം ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെന്റ് ഇയർ. ആൻഡ് ദ ടാക്സ് റേറ്റ്സ് അത് ഓരോ വർഷത്തെ ഫിനാൻസ് ആക്ടിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. Then the tax is charged on the total income of every person, computed in accordance with the provision of this act. And again ടാക്സ് നമ്മൾ 5 ഹെഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദ ടാക്സ് നമ്മൾ ആ ഹെഡ് അനുസരിച്ചായിരിക്കും നമ്മൾ ടോട്ടൽ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നെയിം ചെയ്യാനാണെങ്കിൽ ഇൻകം ഫ്രം സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് ഓർ പ്രൊവിഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ 5 ഹെഡ്സ് ആയിട്ടാണത്. ഇൻഡിവിജ്വലി നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക്കലി എന്താണ് ഈ ഹെഡ്സ് എന്നുള്ള കാര്യം നമ്മൾ ഇനി അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ പഠിക്കുന്നതായിരിക്കും. SSC എന്ന് പറയുന്നത് വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് SSC. ഇറ്റ് സെക്ഷൻ 27 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ടിലാണ് ഈ ടേമിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ടാക്സ് പെയർ, അതാണ് SSC. ഇൻ ലേമൻസ് ലാംഗ്വേജ് ടാക്സ് പെയർ ഇസ് SSC. ഹി മേ ബി ദ പേഴ്സൺ ഓഫ് എനി ഓഫ് ദ കാറ്റഗറീസ്. 27 പറയുന്നത് SSC is a person by whom any tax or any other sum of money is payable. അതായത് ടാക്സ് അടയ്ക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു എമൗണ്ട് അടയ്ക്കുന്ന പിന്നെയാണ് നമ്മൾ SSC എന്ന് പറയുന്നത്. SSC എന്ന് പറയുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടേമാണ്. ഇപ്പോൾ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അത് ഇൻകം ടാക്സ് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെന്റ്. ഏതെങ്കിലും രീതിയിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അസസ്മെന്റ് ഒരു ഇൻകത്തിന്റെ അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ വേറൊരാളുടെ ഇൻകം ഇയാളുടെ ഇപ്പം സ്പൗസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ രീതിയിൽ അല്ലെങ്കിൽ ലോസ് സസ്റ്റെയിൻ ബൈ ഹിം, ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം, ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്ന് എന്തെങ്കിലും റീഫണ്ട് ഡ്യൂ ആയിട്ടുണ്ടോ, ഈ രീതിയിൽ ഏതെങ്കിലും ഒരു അസസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു SSC ആയിരിക്കും. അതേപോലെ ഡീംഡ് ടു ബി ആൻ SSC, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടേമാണ്. ഡീംഡ് ടു ബി എന്ന് പറഞ്ഞാൽ a person is deemed to be an SSC for some other person is called deemed SSC. ഒരു വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആളെയായിരിക്കും നമ്മൾ ഡീംഡ് SSC എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. Then who is deemed to be SSC in default under any provision of the income tax. അതായത് when a person is responsible for doing any work under the act and he fails to do, he is called SSC in default. അതായത് ആക്ടിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസിൽ ഇന്ന ഒരു കാര്യം ചെയ്യാൻ ഉണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ SSC in default എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആ പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. The next term which we are going to learn is the assessment year as per section 29. Assessment year is nothing but it is the period of 12 months commencing from 1st day of April till 31st March of the next year. അപ്പം ഇതൊരു ടൈം പീരീഡ് ആണ്. 1st April തൊട്ട് 31st March വരെയുള്ള ഒരു ടൈം പീരീഡ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അസസ്മെന്റ് ഇയറിലായിരിക്കും. അപ്പം ഒരു ഡൗട്ട് വരും എന്താണ് പ്രീവിയസ് ഇയർ, അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലാണ് പ്രീവിയസ് ഇയർ എന്താണെന്ന് പഠിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഈ അസസ്മെന്റ് ഇയറിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് എ പീരിയഡ് കമൻസിംഗ് ഫ്രം 1st April to till 31st March of the next year, and the income of the previous year is being paid in the assessment year. The next term is previous year. It is as per section 3 of the Income Tax Act. So income tax is payable on the income which is earned during the previous year and it assessed in the immediately succeeding financial year, which is called an assessment year. So നേരത്തെ പറഞ്ഞ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനെ നമ്മൾ അസസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലായിരിക്കും. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അസസ്മെന്റ് ഇയറിലായിരിക്കും. അപ്പം so all SSC are required to follow a uniform previous year. The financial year 1st April to 31 March as their previous year. അപ്പോൾ ഒരു എക്സാമ്പിൾ രീതി പറയുവാണെങ്കിൽ നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 2021-22 ഇതാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ എങ്കിൽ 2021 ദിസ് ഇസ് അവർ പ്രീവിയസ് ഇയർ. അപ്പോൾ 2021 ഇൻകത്തിനാണ് നമ്മൾ
21-22 നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ഡെഫിനിഷൻ രീതിയിൽ നമുക്ക് സ്കോപ്പ് ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ income is the consumption and savings opportunity gained by an entity within a specified time frame. അപ്പം ഒരു എൻറ്റിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ കൺസംഷൻ ആൻഡ് സേവിങ്സ് ഓപ്പർച്യൂണിറ്റി ഗെയിൻഡ് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അതേസമയം നമ്മളതൊരു ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻകം ഈസ് ദ സം ഓഫ് ദ വേജസ്, സാലറീസ്, പ്രോഫിറ്റ്സ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, റെൻറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഏർണിങ്സ് received in a given period of time. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ 5 ഹെഡ്സ് ആയിട്ട് in the sense of salary, house property, business profits and gains from business and professions, and capital gain, other sources in 4 ഹെഡ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ടോട്ടൽ ഇൻകം ഡിറൈവ് ചെയ്യുന്നത്. So in general terms, income is a periodical monetary return with some sort of regularity. അപ്പോൾ നമുക്ക് തോന്നും ഇത്തരം ഇൻകം മാത്രമേ, പക്ഷേ നമ്മൾ ഇൻകം ടാക്സിന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് കിട്ടാത്ത ഇൻകം, സപ്പോസ് അത് നമ്മൾ വിൻഫോൾ ഗെയിൻസ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം, വിന്നിങ്സ് ഫ്രം ലോട്ടറീസ് അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിൽസ്, ഇത്തരം ഇൻകത്തിനെ നമ്മൾ സ്കോപ്പ് ഓഫ് ഇൻകത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യം ഇവിടെ ടേം ചെയ്യാനുള്ളത്, സ്കോപ്പ് ഓഫ് ഇൻകം ടാക്സ് ആക്ടിലെ 224 അതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് inclusive ആണ്. It includes them and there are other income also which comes under the scope of income. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. സെക്ഷൻ 6 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ടാക്സ് ലയബിലിറ്റി പോലെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. So total income of an assessee cannot be computed unless the person's residential status in India during the previous year is known. Previous year assessee residential status നമ്മൾ determine ചെയ്യണം. അതേപോലെ thus determining residential status of a person is important for calculation of tax liability of a person. So section 6 of the Income Tax Act prescribes the tests to be applied to determine the residential status. So അതിന് നമ്മളുടെ ഓരോ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഡിവിജ്വൽ, അതേപോലെ ഇഷ്യൂ ഓഫ് കമ്പനി, ഫേംസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ഈ ഓരോ പേഴ്സണും അവരുടേതായ രീതിയിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്, ഏത് കാറ്റഗറിയിലാണ് അവർ ഉൾപ്പെടുത്തുന്നതെന്ന് അറിയാനായിട്ട്. An assessee's residential status must be determined with reference to the previous year in respect of which income is sought to be taxed. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് ചെയ്തത്. അപ്പോൾ ആ വർഷത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഏതൊക്കെ രീതിയിൽ ഓരോ പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരാമെന്നുള്ളത്. സോ ബേസിക് ആയിട്ട് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു അസസ്സിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ he or she should be a resident in India or a non-resident in India. എന്നാൽ നമ്മൾ ഇൻഡിവിജ്വലും HUF-ൻ്റെയും കേസ് വരുമ്പോൾ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. റെസിഡൻ്റ് ആയാൽ he can be either a resident and ordinarily resident in India, or he can be a resident but not ordinarily resident in India. RNOR, resident and ordinary resident നമ്മൾ ROR എന്ന് പറയും. അപ്പോൾ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു ബേസിക് കണ്ടീഷൻ ഉണ്ട്. ആ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ റെസിഡൻ്റ് ആവും. അത് കഴിഞ്ഞ് അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഇന്ത്യ ആവും. അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇന്ത്യ RNOR ആവും. സോ നമ്മളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡിവിജ്വലി നമ്മളൊക്കെ നോക്കാം. അതല്ല അതർ പേഴ്സൺസ് ലൈക്ക് കമ്പനീസ് അല്ലെങ്കിൽ AOP അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഫേംസ്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, റെസിഡന്റ് ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യ. സോ നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽസിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞ ഒരു ബേസിക് കണ്ടീഷൻ ഉണ്ട്. സോ ബേസിക് കണ്ടീഷൻസ് 2 കണ്ടീഷനാണ്, കണ്ടീഷൻ 1 ആൻഡ് കണ്ടീഷൻ 2. So the first basic condition is that if the individual is in India in the previous year for a total period of 182 days or more. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അപ്പോൾ 182 ഡേയ്സ് ആ അസസി ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതേപോലെ കണ്ടീഷൻ 2 എന്ന് പറയുന്നത് ശരിക്കും ബേസിക് കണ്ടീഷൻസ് ഓർ ആണ്. സോ either ഈ സാറ്റിസ്ഫൈസ് കണ്ടീഷൻ 1 അല്ലെങ്കിൽ 2, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ തന്നെ അയാൾ റെസിഡന്റ് ആവും. സോ കണ്ടീഷൻ 2 എന്ന് പറയുന്നത് he has been in India at least 365 days during the 4 preceding previous year and has been in India for at least 60 days during the previous year. അതായത് പ്രീവിയസ് ഇയർ 60 ദിവസവും
അത് പ്രീവിയസ് ഇയർ മുന്നേ ഉള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ആവും. സോ കണ്ടീഷൻ 1 182 ഡേയ്സ് ഓർ ഇൻ ദ പ്രീവിയസ് ഇയർ, കണ്ടീഷൻ 2 എന്ന് പറയുന്നത് 365 ഡേയ്സ് ഇൻ ദ 4 ഇയേഴ്സ് ആൻഡ് 60 ഇൻ ദ പ്രീവിയസ് ഇയർ. സോ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ തന്നെ അയാൾ റെസിഡന്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു അമെൻമെന്റ് ഇതിന്റെ രീതിയിൽ വന്നിരിക്കുന്നത്, however this 60 days shall be read as 182 days if he is a, എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് കണ്ടീഷനിലെ 60 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ എന്നത് 182 ഡേയ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് വരും. എയ്തർ ഹി ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ and he lives in India in any previous year as a member of crew of an Indian ship for the purpose of employment outside India. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷേ പ്രീവിയസ് ഇയർ ഏതെങ്കിലും ഇന്ത്യൻ ഷിപ്പിന്റെ ഏതെങ്കിലും ക്രൂ ആയിട്ട് പുറത്തോട്ട് ഫോറിൻ കൺട്രീസിൽ പോവുക, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോവുകയാണെങ്കിലും, അതേപോലെ തന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എൻഗേജ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, whether for rendering service outside or not, has come to India on a visit to India. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിൻ എൻഗേജ് ഔട്ട്സൈഡ് ഇന്ത്യ കംസ് ടു ഇന്ത്യ ഫോർ എ വിസിറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഈ രണ്ട് കേസിലും ഈ 60 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ 182 ഡേയ്സ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. കഴിഞ്ഞ സൈഡിൽ നമ്മൾ ബേസിക് കണ്ടീഷൻസ് ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. സോ ഏതെങ്കിലും അതിൽ കണ്ടീഷൻ 1 അല്ലെങ്കിൽ 2 ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ തന്നെ അത് റെസിഡന്റ് ആവും. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് വെദർ ഹി ഈസ് എ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഓർ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ഇൻ ഇന്ത്യ. ROR ആണോ അതോ RNOR ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് ആണ് നമ്മൾ ടേം ചെയ്യുന്നത്. സോ ഫസ്റ്റ് is that he is a resident in at least any 2 out of the 10 previous years immediately preceding the relevant previous year. അതായത് പ്രീവിയസ് ഇയറിന് മുന്നേ ഉള്ള 10 പ്രീവിയസ് ഇയേഴ്സിൽ 2 പ്രീവിയസ് ഇയേഴ്സിൽ റെസിഡന്റ് ആയിരിക്കണം. ഇവിടെ പക്ഷേ നമ്മൾ ബേസിക് കണ്ടീഷൻസ് ഇവിടെ ഡിഫറൻസ് നിന്ന് ബേസിക് കണ്ടീഷനിൽ ഓർ ആയിരുന്നു, പക്ഷേ അഡീഷണൽ കണ്ടീഷൻസ് നമ്മൾ ആൻഡ് ആണ്. ആൻഡ് ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 730 days or more during the 7 previous years immediately preceding the relevant previous year. അതായത് അഡീഷണൽ കണ്ടീഷൻസ് 2 out of 10 previous years റെസിഡന്റ് ആയിരിക്കണം, അതേപോലെ തന്നെ 730 days in the previous 7 years ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ he will be termed as resident but not ordinary resident in India, that is RNOR. So the next person's residential status we are going to test is the HUF, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ആയാലും ഇനി അങ്ങോട്ടുള്ള എല്ലാ പേഴ്സൺസിന്റെയും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം HUFന്റെ കേസിൽ നമ്മൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, റെസിഡന്റ് ആവണമെങ്കിൽ if the control and management of the affairs is situated wholly or partly in India, he is a resident. അതായത് HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർട്ട്ലി അല്ലെങ്കിൽ ഹോൾലി ഇന്ത്യയിൽ നിന്നാണ് നടക്കുന്നുണ്ടെങ്കിൽ റെസിഡന്റ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ if the control and management of the affairs is outside India, situated wholly outside India എന്നുണ്ടെങ്കിൽ മാത്രമേ നോൺ റെസിഡന്റ് ആവത്തുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ HUFലും ഇൻഡിവിജ്വലിന്റെ കേസിലും നമ്മൾ ROR ആണോ അതല്ല RNOR ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ HUFന്റെ കേസിൽ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്ക് കൊമേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. HUF എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് എൻറ്റിറ്റിയെ ഹെഡ് ചെയ്യുന്നത് കർത്ത എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഈ കർത്തായുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കർത്ത ഈസ് എൻ ഇൻഡിവിജ്വൽ. സോ കർത്തായുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും HUF ഒരു ROR ആണോ RNOR ആണോ. അപ്പോൾ കർത്തായുടെ ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇഫ് ഹി ഈസ് എ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എങ്കിൽ HUFന്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വിൽ ബി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. വേറാസ് കർത്തായുടെ ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇൻഡിവിജ്വലിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആ ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ കർത്തായുടെ ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് RNOR ആണെങ്കിൽ HUFന്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് RNOR ആയിരിക്കും. ഇതാണ് HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. The next entity's residential status we are going to learn is of the companies. കമ്പനീസിൻ്റെതും വളരെ സിമ്പിൾ ആണ്. HUF പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. റെസിഡന്റ് ആണോ അതോ നോൺ റെസിഡന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരേ കാര്യമേ ഉള്ളൂ. നമ്മൾ HUFനകത്ത് പറഞ്ഞ പോലെ തന്നെ കമ്പനീസ് ഹൂസ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് at any time in the previous year is in India. അത് വളരെ ഇമ്പോർട്ടൻ്റ്. at any time പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് പ്രീവിയസ് ഇയറിൽ എപ്പോഴെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ കമ്പനി നമ്മൾ റെസിഡന്റ് ആണെന്ന്
എടുക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഇന്ത്യക്ക് പുറത്തായിരുന്നെങ്കിൽ നമ്മൾ നോൺ റെസിഡന്റ് എടുക്കും. അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസ് എപ്പോഴും റെസിഡന്റ് ആയിരിക്കും, റെസിഡന്റ് ഇന്ത്യ. ഇന്ത്യൻ കമ്പനി ഇസ് റെസിഡന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ട് വെദർ പോയം എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഇസ് ഇന്ത്യ ഓർ നോട്ട്. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് പുറത്താണെങ്കിലും നമ്മൾ ടാക്സ് പെർപ്പസസിന് നമ്മൾ അത് ഇന്ത്യൻ കമ്പനീസ് നമ്മൾ റെസിഡന്റ് ആയിട്ട് തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്, അപ്പോൾ ഇനി തൊട്ട് ഞാനത് പോയം എന്നായിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ പോയം എങ്ങനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ വരും. സോ അതിനൊരു ഇൻകം ടാക്സ് പെർപ്പസസിന് ഇൻകം ടാക്സ് ലോയിൽ അതിനൊരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്. സോ ആ ക്രൈറ്റീരിയ എന്ന് പറയുന്ന കമ്പനി ഷാൽ സേ ടു ബി എൻഗേജ് ഇൻ ആക്റ്റീവ് ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ഇഫ് ദ പാസീവ് ഇൻകം ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കമ്പനിയുടെ ഔട്ട്സൈഡ് ആക്റ്റീവ് ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്ന് പറയണമെങ്കിൽ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് നമ്മൾ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ദ പാസീവ് ഇൻകം ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ടോട്ടൽ ഇൻകം and less than 50% of its total assets are situated in India. അതായത് ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ 50% താഴെ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതല്ല ആൻഡ് ഇതെല്ലാം ആൻഡ് ആണ്. ആൻഡ് ലെസ് ദാൻ 50% of the total number of employees are situated in India. അത് ആ കമ്പനിയുടെ ടോട്ടൽ എംപ്ലോയീസിന്റെ 50% താഴെയാണ് ഇന്ത്യയിലുള്ള എംപ്ലോയീസ് എങ്കിൽ, അല്ലെങ്കിൽ the payroll expenses incurred on such employees is less than 50% of its total payroll. അതായത് നേരത്തെ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞു 50% ഓഫ് എംപ്ലോയീസിൽ താഴെയാണ് ഇന്ത്യയിൽ, അതേപോലെ തന്നെ അതിൻ്റെ പേറോൾ എക്സ്പെൻസസും 50% ഓഫ് ഇറ്റ്സ് ടോട്ടൽ പേറോൾ എക്സ്പെൻഡിച്ചറും താഴെയാണ് ഇന്ത്യയിൽ നമ്മൾ ആ കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഡിറ്റർമൈൻ ചെയ്യുന്നത് വെദർ ദ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഈസ് ഇൻ ഇന്ത്യ ഓർ വെദർ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ. നെക്സ്റ്റ് നമ്മൾ ഫേം അല്ലെങ്കിൽ AOP അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഇവരുടെ എല്ലാം എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കമ്പനീസിന്റെ അല്ലെങ്കിൽ HUF വളരെ സിമിലർ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടെസ്റ്റ് ആണ് ഫേം അല്ലെങ്കിൽ AOP ഉള്ളത്. സോ ഇഫ് ദ കൺട്രോൾ ഓർ മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് സിറ്റുവേറ്റഡ് ഹോൾലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അവരുടെ ഫേം അല്ലെങ്കിൽ AOPയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിൽ ഹോൾലി അല്ലെങ്കിൽ പാർട്ട്ലി ആണെങ്കിൽ നമ്മൾ ഇന്ത്യൻ റെസിഡന്റ് ടാക്സ് പെർപ്പസിന് റെസിഡന്റ് ആയിട്ട് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ അഫയേഴ്സ് ഇസ് സിറ്റുവേറ്റഡ് ഹോൾലി ഔട്ട്സൈഡ് ഇന്ത്യ, അത്തരം കണ്ടീഷൻസിൽ നമ്മൾ ആ ഒരു ഫേം അല്ലെങ്കിൽ AOPയെ നമ്മൾ നോൺ റെസിഡന്റ് എന്ന സ്റ്റാറ്റസിലായിരിക്കും നമ്മുടെ ടാക്സ് പെർപ്പസിന് ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കിയായിരുന്നു, ഞാൻ പറഞ്ഞു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്താൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയി മാറുന്നത്. സോ ഈ ഒരു ടേബിൾ ഇറ്റ്സ് എ ബ്രീഫ് ഓൺ ഹൗ യു ഗെറ്റ് ദ ടാക്സ് ഇൻസിഡൻസ് ആൻഡ് ഇറ്റ്സ് എ റൂൾ ഓഫ് ടാക്സേഷൻ ബേസ്ഡ് ഓൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ഈ ഒരു ടേബിൾ ഒരു ബ്രീഫായിട്ട് ഓരോ ടൈപ്സ് ഓഫ് ഇൻകം, ആ ഇൻകംസ് ആർക്കൊക്കെയാണ് ടാക്സബിൾ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഇറ്റ് ഈസ് അക്രൂഡ് ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഈ കണ്ടീഷൻസിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ഇന്ത്യ അല്ലെങ്കിൽ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇന്ത്യ ആസ് വെൽ ആസ് നോൺ റെസിഡന്റ്, ഈ 3 കണ്ടീഷൻസിലും ടാക്സബിൾ ആയിട്ട് വരും. അതേപോലെ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് എന്ന് പറയുന്നത്. ഡീം ടു ബി റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ഹാസ് നോട്ട് ആക്ച്വലി ബീൻ റിസീവ്ഡ് ബട്ട് ഇറ്റ് ഈസ് ഡീം ടു ബി റിസീവ്ഡ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ ഇത്തരം അത് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇൻകം ഡീം ടു ബി റിസീവ്ഡ് വെദർ it is accrued in or outside India, it is taxable at for all the persons, whether if it is a resident, ordinary resident or not ordinarily resident or non-resident, 3 ആൾക്കാർക്കും അത് ടാക്സബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇൻകം accruing or arising in India and whether received in India or outside India, ഈ ഒരു സിറ്റുവേഷനിലും the same thing happens, that it is taxed for all the, whether it is a resident of ordinary or a not ordinary or a non-resident. Next is that the income deemed to accrue or arise in India, whether received in India or outside India, the same thing is actually applicable here. It is taxed for all of the persons. അടുത്തതെന്ന് പറഞ്ഞാൽ income received and accrued outside India from a business controlled or profession set up in India.
ഈ ഒരു കേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ടെർമിനോളജി, ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ ബിസിനസ് ഓർ കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ഒരു നോൺ റെസിഡന്റിന് ഇത്തരം ഇൻകം ഒരിക്കലും ടാക്സിബിൾ ആവത്തില്ല. ഒരു ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് മാത്രമേ ടാക്സിബിൾ ആവത്തുള്ളൂ. ഫോർ നോൺ റെസിഡന്റ് ഇറ്റ് ഈസ് നോട്ട് ടാക്സിബിൾ. And the next point is also very much connected to this. That is that income received and accrued outside India from a business controlled from outside India. അതേപോലെ തന്നെ കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിൽ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ ഒരു കേസിലും സിൻസ് ഇറ്റ് ഈസ് എ ബിസിനസ് കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആസ് വെൽ ആസ് എ പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇറ്റ് വിൽ ബി ഓൺലി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓർഡിനറി റെസിഡന്റ്. നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കേസിലാണെങ്കിലും നോൺ റെസിഡന്റ് കേസിലാണെങ്കിലും ഇത്തരം ഇൻകം നമ്മൾ ടാക്സിബിൾ ആയിട്ട് എടുക്കത്തില്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻകം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ലേറ്റർ ഓൺ റെമിറ്റഡ് ടു ഇന്ത്യ. ഈ ഒരു കേസിൽ ഇൻകം ഏൺ ചെയ്തിരിക്കുന്നതും റിസീവ് ചെയ്തിരിക്കുന്നതും ഇന്ത്യക്ക് പുറത്താണ്, പക്ഷെ പിന്നെ അത് ഇന്ത്യയിലോട്ട് റെമിറ്റ് ചെയ്തെങ്കിലും whether in tax residence arises at the time of remittance, it is not taxed under for any of the persons. It is not taxed for ordinary resident, or it is not taxed for not ordinary resident, or it is not even taxed for non-residents. So ഇതൊരു ബ്രീഫ് ആണ്. ഓരോ നേച്ചർ ഓഫ് ഇൻകം അനുസരിച്ചിട്ട് ആർക്കൊക്കെ ആയിരിക്കും ഇൻകം ടാക്സബിൾ ആവുന്നതെന്നുള്ളത്. Yes, we are going to the next segment of the presentation. That is, ഞാനിപ്പം scope of income പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഇൻകം നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകത്തിനെ നമ്മൾ 5 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇൻകം ഫ്രം സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പം ഇത്തരം 5 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇതിന്റെ ടോട്ടലാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So here this is a pro forma of the calculation of the gross total income. അതായത് ഈ 5 ഹെഡ്സിന്റെ ഇൻകം ഫ്രം സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതേപോലെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്, ഇതിന്റെ എല്ലാം ടോട്ടൽ എടുക്കുന്നു. പിന്നെ ഇതിന് അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറയ്ക്കുന്നു, GTI. സോ ഇതൊരു ടോട്ടൽ പ്രൊഫോമയാണ് ഇതിനകത്ത്. ഇപ്പം ഇൻഡിവിജ്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് തുടക്കത്തിൽ ഇതിന്റെ ഒരു ടോട്ടൽ പ്രൊഫോമ അല്ലെങ്കിൽ അതിന്റെ ഫോമാറ്റ് ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ഇൻഡിവിജ്വലി വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഈച്ച് ഹെഡ്സ് ആൻഡ് ഐ വിൽ ബി giving you a brief description about each of these heads separately. So yeah, this is the first head of income tax which we are going to learn. That is income from salaries. അപ്പോൾ നമുക്ക് സാലറീസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി ഇൻക്ലൂഡ്സ് എനി റെമ്യൂണറേഷൻ വിച്ച് ഈസ് റിസീവ്ഡ് by an individual on terms of services provided by him based on a contract of employment. അതായത് ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ആ ഇൻഡിവിജ്വൽ കൊടുക്കുന്ന സർവീസസിന് ആ ഫേം അല്ലെങ്കിൽ കമ്പനി ഏതാണോ എൻറ്റിറ്റി, ആ എൻറ്റിറ്റി കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ. ഇത്തരം റെമ്യൂണറേഷൻ എല്ലാം നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിനകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം ഇൻകം ഫ്രം സാലറീസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതല്ല, ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നൊരു ഹെഡിലോട്ട് എടുക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ ഓഫ് എ കമ്പനി. ഡയറക്ടർ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഒരു എംപ്ലോയി അല്ല. സോ ഇത്തരം ഒരു അല്ലെങ്കിൽ ഒരു എക്സാമിനേഴ്സ് റെമ്യൂണറേഷൻ, ഒരു യൂണിവേഴ്സിറ്റി ടീച്ചർ എക്സാമിനേഴ്സ് റെമ്യൂണറേഷൻ കൊടുക്കും. അപ്പം ഇത്തരം ആൾക്കാരുടെ തമ്മിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പം ഇത്തരം ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ നമുക്ക് ഒരിക്കലും ഇൻകം ഫ്രം സാലറീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് ലേറ്റർ ഓൺ നമ്മൾ പഠിക്കുന്ന ഒരു ഹെഡിനകത്തായിരിക്കും ഇത്തരം റെമ്യൂണറേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സാലറി എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ആഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബേസിക് വേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾക്ക് കിട്ടുന്ന വാട്ട് എവർ സാലറി അത് ആ എമൗണ്ട് ആയിരിക്കും. പിന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും സാലറി മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ പെൻഷൻ കമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്, അതും നമ്മൾ ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം സാലറീസിൽ നമ്മളത് ലിമിറ്റ് അനുസരിച്ച് നമ്മൾ അതിനെല്ലാം ഒരു എക്സംഷൻസ് ഉണ്ട്, ഒരു ലിമിറ്റ് വരെ ഒരു എക്സംഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറീസ്. പിന്നെ കമ്മീഷൻ എന്തെങ്കിലും രീതിയിൽ സാലറിക്ക് പുറമെ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് വേജസിന് പുറമെ ഏതെങ്കിലും രീതിയിൽ കമ്മീഷൻ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ, അതേപോലെ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ
എൻറ്റിറ്റി അല്ലെങ്കിൽ ഫേം വിട്ടു പോകുമ്പോൾ റിട്ടയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഗ്രാറ്റുവിറ്റി. സോ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. സോ till that limit it is exempt, and beyond that it is taxable again. But after all, it's all comes under the head income from salaries. Then നമുക്ക് തരുന്ന perquisites other than അതേപോലെ അലവൻസസ് എന്തെങ്കിലുമൊക്കെ കിട്ടും, perquisites, ആനുവൽ ബോണസ്, ഇതെല്ലാം സാലറി എന്ന് പറയുന്ന ഹെഡിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ കോമ്പോണൻസ് ആണ്. So as far as some of the allowances as well as gratuity ആയാലും പെൻഷൻ ആയാലും ഇതിനെല്ലാം ഒരു ലിമിറ്റ് വരെ നമുക്ക് ഒരു എക്സംഷൻ ഉണ്ട്. അപ്പം അതിനൊരു എക്സാമ്പിൾ നമുക്ക് കാണിക്കാവുന്നതാണ് HRA, ഹൗസ് റെന്റ് അലവൻസ്. ഒരു റെന്റിന് കമ്പനി നമുക്ക് തരുന്ന അലവൻസ്. സോ ഇതിനാണെങ്കിൽ തന്നെ നമുക്കൊരു ലിമിറ്റ് വരെ നമുക്ക് എക്സംപ്റ്റ് ആണ്. ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഇസ് ടാക്സിബിൾ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പം HRAയുടെ കേസിലാണെങ്കിൽ ടാക്സ് പ്രൊവിഷൻസ് ഈ പറയുന്നത് ഇതാണ്. ഇതിന്റെ ടാക്സ് പ്രൊവിഷൻ ആണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. HRA അലവൻസ് received by an employee is exempt to the extent of the least of the following. അപ്പം ഈ മൂന്ന് കണ്ടീഷൻസിന്റെ least of the following ലെവൽ exempt ആണ് HRA. So the first thing is that 50% of the salary, സാലറിയുടെ 50% വരെ exempt in metro cities. അതായത് മെട്രോ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. ഈ നാല് സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് ദ സാലറി, അതേപോലെ തന്നെ ബാക്കി എല്ലാ സിറ്റീസിലും 40% ഓഫ് സാലറി, or HRA actually received, യഥാർത്ഥം ശരിക്കും എത്ര HRA ആണ് കിട്ടുന്നത് ആ എമൗണ്ട്, അല്ലെങ്കിൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇത് മൂന്നെണ്ണത്തിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് വരെ HRA നമുക്ക് എക്സംപ്റ്റ് ആണ്. ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ടാക്സബിൾ. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഈ സാലറി എന്ന് പറയുന്ന ടേം നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? അതിനും ടാക്സ് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് HRA, ബേസിക് പേ പ്ലസ് ഡിഎൻഎസ് അലവൻസ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ forming part of salary or retirement benefit plus commission as a fixed percentage of turnover. So വെറും കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് സിൻസ് ഇഫ് ഇറ്റ് ഈസ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺഓവർ നമ്മൾ സാലറി എടുക്കും. ഇതിങ്ങനെയായിരിക്കും നമ്മൾ സാലറി എന്ന് പറയുന്ന ടേമിലോട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതനുസരിച്ച് ഇനി നമ്മൾ കാൽക്കുലേഷൻ, നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ, വിത്ത് ആൻ എക്സാമ്പിൾ ഐ വിൽ ബി ഷോയിങ് യു ഹൗ HRA is computed. സോ ഹിയർ മിസ്റ്റർ എ ഒരു എംപ്ലോയി ആണ്. എല്ലാ കമ്പനിയിലെ ബേസിക് സാലറി എന്ന് പറയുന്നത് 70,000 per month. That is his basic pay. അതേപോലെ തന്നെ 6,000 per month as dearness pay and 10,000 per month as commission during the previous year. And 2,000 rupees ആണ് മിസ്റ്റർ എക്ക് HRA ആയിട്ട്, ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. And he pays 2,500 per month rent. So now we have to compute the HRA. So first we have to calculate what is his salary. Salary എന്ന് പറഞ്ഞാൽ 70,000 per month. So annually 8,40,000 ആയിരിക്കും സാലറി, പ്ലസ് 6,000 പ്ലസ് DNS പേ. ഒരു ക്വസ്റ്റ്യൻ വരും, വെദർ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ DNS പേ എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനകത്ത് വരുന്നതാണ്. കാരണം ഇഫ് ഇറ്റ് ഈസ് DNS അലവൻസ് എന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട. DNS അലവൻസ് പിന്നെ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കണം. അതല്ല DNS പേ എന്ന് പറഞ്ഞാലും സാലറിക്കകത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പം 6,000 per month into 12, 72,000. പിന്നെ ഇവിടെ ഒരു കമ്മീഷൻ ഉണ്ട് 10,000. പക്ഷേ കമ്മീഷൻ ഇറ്റ് ഈസ് മെൻഷൻ പറഞ്ഞിട്ടില്ല, അത് ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്. ഇഫ് ഇറ്റ് വാസ് മെൻഷൻ ലൈക്ക് ഇറ്റ് വാസ് ഓഫ് ദ ഫിക്സഡ് പെർസെൻറ്റേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തീർച്ചയായിട്ടും ഈ ഒരു കമ്മീഷൻ നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു കേസ് നമ്മൾ എടുക്കേണ്ട. അപ്പോൾ ടോട്ടൽ 9,12,000 rupees ആണ് സാലറി എന്ന് പറയുന്നത്. നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് നമുക്ക് ആ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് എത്രയാണ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സംപ്റ്റ്. സോ ഫസ്റ്റ് വൺ ഇസ് HRA ആക്ച്വലി received. HRA actually he is receiving 2,000 per month. That is the into 12. Annually he receives 24,000 rupees as HRA. Next, rent paid minus 10% of salary. ഇവിടെ rent paid എന്ന് പറയുന്നത് 2,500 per month. He is paying 2,500 per month. So 2,500 into 12. 2,500 into 12, that is comes of 30,000 and 10% of salary. അപ്പോൾ 9,12,000 10% 91,200. പക്ഷേ ഇപ്പം ഇറ്റ്സ് എ മൈനസ് ഫിഗർ. സോ വി വിൽ ബി ടേക്കിംഗ് ഇറ്റ് ആസ് നിൽ. ആൻഡ് അഗെയിൻ ഇവിടെ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല മെട്രോപൊളിറ്റൻ സിറ്റി ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമൽ സിറ്റി കേസിലാണെങ്കിൽ ഒരു 40% സാലറി. അപ്പോൾ 9,12,000 40%. സോ ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇസ് നിൽ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ his HRA exempt is he is not exempt of any HRA. So this is a pro forma of the format of the income from salaries. Basic pay, basic salary എത്രയാണ്, അതേപോലെ തന്നെ taxable allowances, taxable values of first kids എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. We calculate the gross
salary out here. And then സാലറീസിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അതായത് 2020 മുന്നേ ആയിരുന്നു 40,000 റുപ്പീസ് ആയിരുന്നു. പക്ഷേ 2020 ഫിനാൻസ് ആക്ടിന് ശേഷം അത് 50,000 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും ഇത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ലെസ് എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ് ആൻഡ് യു ഗെറ്റ് ദ നെറ്റ് ടാക്സബിൾ സാലറി. അതേപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനായിട്ടുണ്ട്. നമുക്കറിയാം ടാക്സസ് ഇപ്പോൾ ഒരു ഓൾഡ് റെജീം ന്യൂ റെജീം എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ റെജീം ഓഫ് ടാക്സേഷൻ ഇൻകം ടാക്സിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടത്തില്ല സാലറീസിൽ. നമ്മൾ ഓൾഡ് റെജീം ചൂസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കിട്ടത്തുള്ളൂ. The next head of income എന്ന് പറഞ്ഞാൽ income from house property. Salaries കഴിഞ്ഞ് അടുത്ത head income from house property. So tax on income from house property is a tax on rental income which is earned from the house property. So നമ്മൾക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം, ഇത്തരത്തിൽ കിട്ടുന്ന റെന്റൽ ഇൻകം എല്ലാം നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. However, in case the property is not being rented out, tax would be levied on the expected rent that would have been received if this property was rented out. So ഒരു പ്രോപ്പർട്ടി ഇപ്പം റെന്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള എക്സ്പെക്റ്റഡ് റെന്റ് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി is perhaps the only income that is charged to a tax on a notional basis. So it is also important concept that നോഷണൽ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമായിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ടാക്സ് അണ്ടർ ദിസ് ഹെഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ബട്ട് ഓൾസോ ഇൻക്ലൂഡ്സ് ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. അതായത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അത്തരം ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം അത് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിനകത്തായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സാലറീസിക്കകത്ത് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പോലെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഇൻ ഹൗസ് പ്രോപ്പർട്ടി ആസ് വെൽ. ദെൻ ഡിഡക്ഷൻ ഫോർ മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ആൻഡ് ഡിഡക്ഷൻസ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ. നമുക്ക് ഏതെങ്കിലും നമ്മൾ ഹോം ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹോം ലോണിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതായിരിക്കണം ആസ് പെർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു ഫോർമാറ്റ് ആണ്, പ്രൊഫോമയാണ് ഈ കാണുന്നത്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്നുള്ള അതിൻ്റെ എമൗണ്ട്സ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 24 ആ ഹൗസ് പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യാൻ എടുത്ത ലോൺ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ട് അതിന്, അതനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അഗെയിൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്കാണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്നത്. അഗെയിൻ വി ഹാവ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹിയർ, ദാറ്റ് ഈസ് ആസ് ഫാർ ആസ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് കൺസേൺ 30% ആണ് നമുക്ക് ഇത്തരത്തിൽ ഡിഡക്ഷൻസ് കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് വി അറൈവ് അറ്റ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. The next head is the profits and gains from business or profession. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്. The income tax computation of the total income will be attributable from the income earned from the profits of business or profession. അത്തരം പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഗെയിൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ആൻഡ് ഇറ്റ് വിൽ ബി ചാർജബിൾ. സോ ഇതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടേം ഒരു കോൺസെപ്റ്റ് അല്ല ഇത്. കാരണം ഇനിയും പല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ it includes there is a profits earned by the assessee during the assessment year. A business ൽ നമുക്ക് പ്രോഫിറ്റ്സ് അത് നമ്മൾ ഈ ഒരു ഹെഡിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ പ്രോഫിറ്റ്സ് ഓൺ ഇൻകം by an organization or the profits earned on sale of a certain license. അതല്ലാന്നുണ്ടെങ്കിൽ cash received by an individual on export under a government scheme. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് തന്നെയാണെങ്കിൽ പോലും ഒരു ക്യാഷ് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് സ്കീമിൽ എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ക്യാഷ്. അതേപോലെ പ്രോഫിറ്റ്, salary or bonus received as a result of a partnership in a firm. പാർട്ട്ണർഷിപ്പ് നടത്തുന്ന അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, സാലറി, ബോണസ് ഇതെല്ലാം നമ്മൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ ബെനിഫിറ്റ്സ് റിസീവ്ഡ് ഇൻ എ ബിസിനസ്, ഇത്തരം ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു ഹെഡിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്.
അപ്പം ഇതൊരു പ്രൊഫോമയാണ്. വീണ്ടും PGBP അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് പ്രൊഫഷൻ എങ്ങനെയായിരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. ഇൻഅഡ്മിസിബിൾ ഐറ്റംസ്, ഡിസലോ ചെയ്തിരിക്കുന്ന ഐറ്റംസ്, അതായത് നമ്മുടെ ഇപ്പം ഡൊണേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം ടാക്സ്, ചാരിറ്റീസ്, ഇത്തരം എക്സ്പെൻസസ് ഒക്കെ നമ്മൾ അലൗഡ് അല്ല പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അപ്പം അത്തരം എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ശേഷം അഡ്മിസിബിൾ എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യും. അപ്പം ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ നെറ്റ് ബിസിനസ് ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ഹെഡ് ഈസ് ദ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിംസ്. ക്യാപിറ്റൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ്, ഏതെങ്കിലും അതൊരു റിയൽ എസ്റ്റേറ്റ്, എന്തെങ്കിലും സ്റ്റോക്സ് ആവാം, മ്യൂച്വൽ ഫണ്ട്സ് ആവാം, ബോണ്ട്സ് ആവാം, ഗോൾഡ് ആവാം. സോ ക്യാപിറ്റൽ ഗെയിൻസ് ആർ ദ പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഏൺഡ് ബൈ NSSC by selling or transferring a capital asset which was held as an investment. അതായത് ക്യാപിറ്റൽ അസറ്റ്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഒരു ക്യാപിറ്റൽ അസറ്റ് നമുക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സെല് ചെയ്യുന്നതിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, അതാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതാണ്. സോ whenever you sell a capital asset and earn gains, this is considered as your income which will be taxable under the head capital gain. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ഗെയിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഇൻകം ഹെഡിനകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് റെന്റൽ ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ഈസ് ടാക്സ്ഡ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബട്ട് ഇഫ് യു സെൽ ദ പ്രോപ്പർട്ടി ആൻഡ് എക്സ്പീരിയൻസ് ഗെയിൻ ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. അപ്പം നേരത്തെ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് റെന്റൽ ഇൻകം എല്ലാം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിക്കകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേസമയം പക്ഷെ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ സെല് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ അതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യും ഈ ഒരു ഹെഡിൽ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെക്യൂരിറ്റീസ് ആർ ഹെൽഡ് ബൈ എ ടാക്സ് പെയർ ഫോർ പീരിയഡ് നോട്ട് മോർ ദാൻ 36 months. അതായത് 36 monthsന് താഴെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും പറയും. 36 months കൂടുതലാണെങ്കിൽ നമ്മളതിനെ long term capital asset, that is the taxpayer holds the shares or securities for a period exceeding 36 months before the transfer will be treated as a long term capital asset. സോ ഇതാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രൊഫോമയാണ്, ഫോർമാറ്റ് ആണ്. ഇവിടെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, അതേപോലെ തന്നെ അപ്പം സെയിൽ കൺസിഡറേഷൻസ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലെസ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് ഇതിൻ്റെ ഒരു ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിരിക്കും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഇത് ക്യാപിറ്റൽ ഗെയിനിനകത്തോട്ട് ഹെഡിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് അക്വയർ ചെയ്ത വർഷത്തിലെ ഇൻഫ്ലേഷൻ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിരിക്കും. സോ വി ഗെറ്റ് ദ ഗ്രോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് അഗെയിൻ നമുക്ക് പലതരം എക്സംഷൻസ് അവൈലബിൾ ആണ് ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ചോളം. സെക്ഷൻ 54 പല അസറ്റ്സിനും പല രീതിയിലുള്ള എക്സംഷൻസ് അവൈലബിൾ ആണ്. സോ വി ഷുഡ് ലെസ് ദം ആൻഡ് വി വിൽ ഗെറ്റ് ദ net LTCG, long term capital gain, and we get the total capital gain by adding both the short term and long term capital gains. So this is the format for calculating the taxable capital gains. So the next, and this is the last head under the income tax, that is the income from other sources. ആ ടേമിൽ തന്നെ ഉണ്ട് other sources. അതായത് ഇതിന് മുന്നേ നമ്മൾ പഠിച്ച 4 കാര്യങ്ങൾ, സാലറി ആയാലും ഹൗസ് പ്രോപ്പർട്ടി ആയാലും ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആയാലും ക്യാപിറ്റൽ ഗെയിൻ ആയാലും ഇതെല്ലാം സ്പെസിഫിക് ആണ്. അതായത് ഇൻകം, ഈ ഓരോ കാര്യത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമേ നമുക്ക് ഈ ഓരോ ഹെഡിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് കൂടാതെ ഒരു ആൾക്ക്, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് വേറെ പല രീതിയിലുള്ള ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻകം ഒക്കെ എവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടിയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഒരു ഹെഡ് തന്നെ. അപ്പോൾ വേറെ ഒത്തിരി ഇൻകംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഡിവിഡൻസ് അല്ലെങ്കിൽ വിന്നിങ്സ്, ഗിഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഹെഡ് ഇല്ല. അപ്പം ഇത്തരം ഇൻകത്തിനെ എല്ലാം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്, ഇതിനകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. എനി കൈൻഡ് ഓഫ് ഇൻകം വിച്ച് കനോട്ട് ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ദി ഹെഡ്സ് ലിസ്റ്റഡ് അബവ്, അതായത് സാലറീസ്, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ വിൽ ഫോൾ അണ്ടർ ദിസ് ഹെഡ്. ബാക്കി ഒന്നിലും വരാത്ത കാര്യങ്ങളെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത് ഫോർമാറ്റ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ഫോർമാറ്റ്. ഇവിടെ ഗ്രോസ് ഇൻകം, അഗെയിൻ യു ഗെറ്റ് സം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 57.
you get the income from other sources. So this is the aggregate of incomes, that is you get add salaries, house properties, profits and gains from business and provisions, capital gain and other sources. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു aggregate of incomes കിട്ടുന്നത്, and you less carry set offs or carry forwards and you get the GTI. So this is the final part of calculating the GTI. So yeah, we have come to the last part of segment of today's session, that is the difference between exemptions, deductions and rebate. ഒരു ഇത് പലരും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യെങ്കിലും ഇതിന് ഇതിൻ്റെതായ ഒരു ഇൻകം ടാക്സിനെ സംബന്ധിച്ചോളം ഇതിന് ഇതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിന് ഈ മൂന്ന് ടേംസിലും. ഫസ്റ്റ് വൺ is the exemption. It is claimed on the basis of the source of income and the exempted income is not included in the total income. അതായത് ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് സോഴ്സ് ഓഫ് ഇൻകം ഇതിനെ ബേസ് ചെയ്തായിരിക്കും. അതേപോലെ ഇത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ആഡ് ചെയ്യാൻ നമ്മൾ എടുക്കാറില്ല. നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ കണ്ടതാണ്. അതായത് HRAയുടെ കേസിൽ, ഹൗസ് റെന്റ് അലവൻസിന്റെ കേസിലും 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സംപ്റ്റ്. അപ്പം ആ എക്സംപ്റ്റ് ആവുന്ന എമൗണ്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, എടുക്കുന്നേ ഇല്ല. അതാണ് നമ്മൾ ദാറ്റ് എക്സംപ്റ്റഡ് ഇൻകം ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ ഇൻകം. അതേപോലെ സെക്ഷൻ 10 കീഴിൽ ഇതേപോലെ പല എക്സംപ്ഷൻസ് അവൈലബിൾ ആണ് ഇൻകം ടാക്സിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിഡക്ഷൻസ്. ഡിഡക്ഷൻസ് രണ്ട് രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്, ഇപ്പം സാലറീസിന്റെ കേസിലാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടീസിലായാലും ഓരോ ഇതിലും സ്പെസിഫിക് ഹെഡിന് ഡിഡക്ഷൻസ് ഉണ്ട്. ഇപ്പം സാലറിയുടെ കേസ് ആണെങ്കിൽ 50,000 വരെ ഡിഡക്ഷൻ കിട്ടും ഓൾഡ് റെജീമിൽ. അതേപോലെ പക്ഷേ ഫൈനലി ഗ്രോസ് ഇൻകത്തിൽ നിന്നും കിട്ടുന്ന ഡിഡക്ഷൻസും ഉണ്ട്. അതിനെ നമ്മൾ 80C സെക്ഷൻ 80C തൊട്ട് 80U വരെ പല രീതിയിലുള്ള ഡിഡക്ഷൻസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ്. സോ ഇറ്റ് ഈസ് ഡിഡക്ഷൻസിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അലൗഡ് ഓൺ ദ ബേസിസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് മെയ്ഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പോൾ LICയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ പ്രീമിയം അല്ലെങ്കിൽ അത്തരം പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് അതിൽ നിന്ന് കിട്ടുന്നതിന് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് 80Cയിൽ. സോ ദ ടാക്സ് ഡിഡക്ഷൻസ് ആർ അലൗഡ് അണ്ടർ ഡിഫറൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ആസ് വെൽ ആസ് ഫ്രം ദ ഗ്രോസ് ഇൻകം. അതാണ് ഓരോ ഹെഡിലും ഉണ്ട്, അതേപോലെ ഫൈനലി ഫ്രം ഗ്രോസ് ഇൻകത്തിൽ നിന്നുണ്ട്. The last one is a rebate. Rebate is actually, it is a percentage of amount reduced from the total income tax. അതായത് ഇപ്പം വളരെ കുറച്ച് ടാക്സ് അടയ്ക്കേണ്ട അസസീസിന് പലപ്പോഴും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ റിബേറ്റ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ടോട്ടൽ ടാക്സ് പേയബിളിൽ നിന്ന് ഒരു റിഡക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം 5 lakhs താഴെ ഗ്രോസ് ടാക്സിബിൾ ഇൻകം ഉള്ളവർക്ക് ₹12,500 വരെ ഒരു റിബേറ്റ് അവൈലബിൾ ആണ്. So here I have just got out some of the exemptions available, that is the fully exempt ആയിട്ടും partly exempt ആയിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും HRA partly exempt ആവുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റ് ആവണം എന്നില്ല. കാരണം അതിൻ്റെ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് എക്സംപ്ഷൻ, ചിലപ്പം ഒരു ലിമിറ്റ് ഉണ്ട് അതിനെല്ലാം. ഇപ്പോൾ ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ്, റിസീവ്സ് ഫ്രം LIC, ക്ലബ്ഡ് ഇൻകംസ്, കമ്മ്യൂട്ടഡ് പെൻഷൻ, ഇതെല്ലാം പാർട്ട്ലി എക്സംപ്റ്റഡ് ആണ്. ഇനി ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളതാണ് അഗ്രികൾച്ചർ ഇൻകം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഗവൺമെന്റ് അവാർഡ്സ്, കോമ്പൻസേഷൻ ഇൻ lieu ഓഫ് ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ പെൻഷൻ റിസീവ്ഡ് ബൈ ഗാലൻട്രി പെൻഷൻസ് റിസീവ്ഡ് ബൈ റെസിപ്പിയൻസ് ഓഫ് ഗാലൻട്രി അവാർഡ്സ്, ഇത്തരത്തിലുള്ളതെല്ലാം ഫുള്ളി എക്സംപ്റ്റ് ആണ് ഫ്രം ടാക്സ്. സോ ദീസ് ആർ ദ തിങ്സ് which I wanted to cover in this session. So that comes to the end of the session, and thank you.